പെനാൽറ്റി ശരിക്കും റിസ്ക് ഫ്രീ ആണ്. അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടാൻ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ മുതിർന്നവർ എപ്പോഴും നമ്മോട് പറയും കുറച്ച് ക്യാഷ് വരുന്നു, അത് ശരിക്കും റിസ്ക് ഫ്രീ ആണ്. അതായത് നമ്മളിപ്പോൾ FD ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ബാങ്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അല്ലെങ്കിൽ അത് മോഷ്ടിക്കപ്പെടുക അങ്ങനെ ചെയ്ത് നമുക്ക് അതിന്റെ 50% കിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് ഡിഫോൾട്ട് വരുന്നത്. പിന്നെ സെക്കൻഡ് ഡിഫോൾട്ട് വരുന്നത് നമുക്ക് എന്തെങ്കിലും മെച്ചേർഡ് ആവുന്നേക്കാൾ മുന്നേ അത് നമ്മൾ FD പൊളിക്കാനൊക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് പെനാൽറ്റി വരും. പിന്നെ നമ്മൾ അതേപോലെ തന്നെ FD മെച്ചേർഡ് ആയതിനു ശേഷം വീണ്ടും FD ഇടുമ്പോൾ നമുക്ക് മുന്നേ കിട്ടിയ ഇൻട്രസ്റ്റിനേക്കാളും കുറവായിരിക്കും കിട്ടുക എപ്പോഴും റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഇനി അതിൽ ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ബെസ്റ്റ് പോയിന്റ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ റേറ്റ് ഉള്ളത് 6% ആണ്. അതായത് നമുക്ക് 5% FDക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് 100 രൂപ ഇട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ 105 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലത്തെ ഇൻഫ്ലേഷൻ, അതായത് ഇന്ന് 100 രൂപയുള്ളത് ഒരു വർഷം കഴിയുമ്പോൾ 106 രൂപയാണ് നമുക്ക് വരിക. അപ്പോഴും നമുക്ക് ഒരു ബെനിഫിറ്റ് വരുന്നില്ല. അതായത് നമ്മുടെ പൈസ തന്നെ ഗ്രോത്ത് അല്ല ചെയ്യുന്നത്, ജസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക മാത്രമാണ് FD ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് നോക്കുന്നെങ്കിൽ ഒരിക്കലും FD ചൂസ് ചെയ്യരുത്. അതിന് ഏറ്റവും നല്ലത് മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഷെയറിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്.